ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ചായക്കടിയുടെ റെസിപ്പി പരിചയപ്പെടാം. നമ്മളെ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് സുഖിയൻ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി തന്നെയാണ്. അതേപോലെ നല്ലൊരു ക്രിസ്പിയും സോഫ്റ്റുമുള്ള നല്ലൊരു സുഖിയൻ തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 3 വിസിൽ വരുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 3 വിസിലിന് ശേഷം ഇതിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേവിലാണ് എടുക്കേണ്ടത്. നന്നായിട്ട് വെന്ത് ഉടയാനും പാടില്ല, ഒട്ടും തന്നെ വേവാതിരിക്കാനും പാടില്ല. അപ്പോൾ കറക്റ്റ് 3 വിസിലൊക്കെ മതിയാവും. പിന്നെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ ആ ഒരു സ്ഥിതി അനുസരിച്ചായിരിക്കും വേവ്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ 3 അച്ച് ശർക്കര ഇതേപോലെ ഒന്ന് ചീകിയെടുക്കുന്നുണ്ട്. ചെറിയ ശർക്കര ആണെങ്കിൽ 3, വലുതാണെങ്കിൽ 2 എടുത്താലും മതി. അപ്പോൾ ഒരൊത്തൊരു മധുരമായിരിക്കും. അതേപോലെ അഴുക്കൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ ഈ തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ആ ശർക്കരയൊന്ന് ഉരുക്കിയതിന് ശേഷം ഈ തേങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടിയത്. അപ്പോൾ ഞാനിത് അഴുക്കൊന്നുമില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ ഇതേപോലെ ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ടെടുത്തതാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ശർക്കര ഇവിടെ അലിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചെറുപയറും ശർക്കരയും തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറുപയറിൻ്റെ എല്ലായിടത്തും ഈ ശർക്കര എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ശർക്കരയും ചെറുപയറൊക്കെ നന്നായിട്ട് തന്നെ മിക്സാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് നുറുക്കിയെടുത്തത് കൊണ്ട് തന്നെ ശർക്കരയുടെ കട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനിത് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലോട്ട് 3 ഏലക്കായ് പൊടിച്ചതും അതേപോലെ 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവറാണ് നമുക്ക് സുഖിയന് വേണ്ടിയത്. അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ശർക്കരയും ചെറുപയറും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. നമുക്കിതാ ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ സുഖിയൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കാം. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ ഇതേപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസിൽ എനിക്കൊരു 14 സുഖിയനോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ സുഖിയൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു അരിപ്പൊടി ചേർക്കുന്നത് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ ഈ ചെറിയൊരു ക്രിസ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും അതേപോലെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങളടുത്ത് ജീരകത്തിൻ്റെ പൗഡർ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴംപൊരിയുടെ മാവിൻ്റെ ഒരു സ്ട്രക്ചറായിട്ടാണ് വേണ്ടിയത്. ഈ ഒരു കട്ടിക്ക് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ മാവിലോട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന സുഖിയൻ്റെ ഓരോ ബൗളെടുത്ത് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി എണ്ണ തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാവൂ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം സുഖിയൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ തിരിച്ചും മറിച്ചിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ലൈറ്റ് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.